നമസ്കാരം. ജി സുധാകരനെ പലപ്പോഴും ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ജി സുധാകരൻ കൂടുതൽ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിനെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തി മാധ്യമങ്ങൾക്ക് അത്ര പിടിച്ചിട്ടില്ല. അതോടൊപ്പം മറ്റു ചില പാർട്ടിക്കാർക്കും ഇതത്ര സുഖിച്ചിട്ടില്ല. ഇതേ കൃത്യസമയം നോക്കി കെ സി വേണുഗോപാൽ സന്ദർശനത്തിനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. പറവൂരിലുള്ള വീട്ടിലെത്തുന്നു, അദ്ദേഹത്തെ കാണുന്നു. ഒരു 5-10 മിനിറ്റ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. കൂടിക്കാഴ്ച എന്നാണോ, ഒരു സൗഹൃദ സന്ദർശനമെന്നാണോ, സൗഹൃദ സംഭാഷണമാണോ എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. എങ്കിലും നമുക്കൊക്കെ ഒരു ത്വരയുണ്ടല്ലോ. ഇപ്പം കെ സി വേണുഗോപാൽ ഒരാളെ വന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുതിർന്ന CPM നേതാവിനെ വന്ന് കാണുമ്പോൾ തീർച്ചയായും അവിടെ എന്തോ പൊളിറ്റിക്സ് സംസാരിച്ചിരിക്കും, അവിടെ ഒരു രാഷ്ട്രീയം സംസാരിച്ചിരിക്കും. സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു ആകാംക്ഷയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചില നിഗമനങ്ങളിലേക്ക് എത്തും. ആ നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഉടനെ പാർട്ടി വിടുന്നു, CPM വിടുന്നു, CPM വിട്ടിട്ട് നേരെ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോകുന്നു. അങ്ങനെ കോൺഗ്രസിൽ ചേക്കേറി അദ്ദേഹം വലിയൊരു ആളായി മാറുന്നു. കോൺഗ്രസിനുള്ളിലുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. കോൺഗ്രസ് തന്നെ ഇപ്പോൾ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നെരിപ്പോടാണ് എന്ന് പറഞ്ഞാലും അതിന് വേറൊരു കുഴപ്പമില്ല. CPM ആ ഒരു അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരു പാർട്ടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിനെയൊന്നും ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഞാൻ രാഷ്ട്രീയത്തിൽ വിട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ഈ പാർട്ടിയിൽ നുഴഞ്ഞു കയറുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. ആ നുഴഞ്ഞുകയറ്റക്കാരായ അത്തരം രാഷ്ട്രീയക്കാരെയാണ് തിരിച്ചറിയേണ്ടത്. എന്തിന് നുഴഞ്ഞു കയറിയ ആൾക്കാർ? ഇതിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ CPM എന്ന് പറയുന്ന പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാർട്ടിയെ തൻ്റെ നേട്ടത്തിന് വേണ്ടി ഉപയുക്തമാക്കുന്ന തരത്തിലേക്ക്, അത്തരം സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടി പാർട്ടിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയ ആളുകൾ, അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ് പാർട്ടിയെ കാണുന്നത്. തനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടണം, തനിക്ക് നേട്ടമുണ്ടാക്കണം, തനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കണം. അപ്പോൾ പാർട്ടിക്കാരനായിരുന്നാൽ താൻ നടത്തുന്ന അവിഹിത ഇടപാടുകൾക്ക് പാർട്ടി എപ്പോഴും കുടപിടിക്കും എന്ന് തോന്നലുണ്ടാകുന്ന ആളുകളാണ് പലപ്പോഴും ഏതൊരു പാർട്ടിയിലേക്കും ചാടിക്കയറുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നിയാസം കാണിക്കാം എന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കോൺഗ്രസിനെ ആശ്രയിക്കും. BJPയിൽ നിന്നാൽ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം, SNDP യോഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് എന്താണ് പൊളിറ്റിക്സിൽ കാര്യം? സമുദായ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരാണെങ്കിലല്ലേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രസേവനം നടത്തുക. അപ്പോൾ എന്തിനു വേണ്ടി SNDP യോഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയും അതോടൊപ്പം തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ എന്തിനാണ് BDJS എന്ന് പറയുക? അതിൻ്റെ 10 വർഷം ആഘോഷിച്ചല്ലോ. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇറക്കിയത്? സമുദായ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ലെ സമൂഹത്തെ ഇവിടെ കെട്ടിപ്പടുക്കുക, നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. തീർത്തും സ്വകാര്യമായ ആഗ്രഹങ്ങൾക്ക്, തീർത്തും സ്വകാര്യമായ ചില താല്പര്യങ്ങൾ സംരക്ഷിച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരക്കാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് നമ്മുടെ CPM-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആഴത്തിൽ വേരോടിയ ചില തത്വശാസ്ത്രങ്ങളാൽ നിർമ്മിതമാണ് CPM എന്ന് പറയുന്ന പാർട്ടി. അതിനൊരു തത്വശാസ്ത്രമുണ്ട്. അത് വേദനിക്കുന്നവന്റെ ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്. അതാണ് കമ്മ്യൂൺ എന്ന് പറയുന്ന ഒന്ന്. അതിൽ നിന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത്. നമ്മൾ അതുകൊണ്ടാണ് പലരെയും ഈ പറയുന്ന പോലെ കോമ്രേഡ് അല്ലെങ്കിൽ സഖാവ് എന്ന് വിളിക്കുന്നതിന്റെ കാരണമാണ് CPM-കാരെ. അപ്പോൾ അങ്ങനെ അത്തരം തത്വശാസ്ത്രങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറുന്ന ചില പുഴുക്കുത്തുകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരക്കാർക്കെതിരെ പല വിമർശനങ്ങളും അതോടൊപ്പം തന്നെ പല നിർദ്ദേശങ്ങളും ഒക്കെ ഈ പാർട്ടിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ മാത്രമാണ് പലപ്പോഴും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത് എന്ന് ജി സുധാകരൻ വ്യക്തമായി പറയുന്നു. പക്ഷേ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പാർട്ടിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, പാർട്ടിയിലേക്ക് എത്തിച്ചേർന്ന ഇത്തരം പുഴുക്കുത്തുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അവരെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി പാർട്ടി റിപ്പോർട്ടുകളിൽ വരുന്ന കാര്യങ്ങളെ പറയുമ്പോൾ, സംഘടനാ റിപ്പോർട്ടിനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പോൾ ജി സുധാകരൻ, മുതിർന്ന CPM നേതാവ്, പാർട്ടി വിടാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പിന്നീട് ഒരു അവസരത്തിൽ പറഞ്ഞു, ഇനി ഒരൊറ്റ BJP-കാരൻ എൻ്റെ കുടുംബത്ത് കാലുകുത്തി പോരും എന്ന് പറഞ്ഞു. കാര്യം എന്താ? B. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഗോപാലകൃഷ്ണൻ അവിടെ വന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം പിന്നീട് പറഞ്ഞ എന്താ? അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും BJP-യുടെ കൂടെയാണ്. എത്ര ധൈര്യമുണ്ട് ഈ ഗോപാലകൃഷ്ണൻ ഇത് പറയാൻ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? മണിക്കൂറുകളോളം ഞങ്ങൾ ചർച്ച നടത്തി.
അദ്ദേഹമായിട്ട് സുധാകരനുമായിട്ടും സുധാകരൻ്റെ പത്നിയുമായും അവർ കൂടിക്കാഴ്ച നടത്തി. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, സുധാകരൻ ഇപ്പോൾ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് അംഗത്വം എടുക്കും എന്നുള്ളതാണ്, അല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരു BJP കാരൻ പോലും എൻ്റെ കുടുംബത്തിൽ കയറി പോകരുത് എന്ന് കർശന നിർദ്ദേശം അദ്ദേഹം കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, പാർട്ടിയിൽ നടക്കുന്ന ചില കുടിലതകൾ അല്ലെങ്കിൽ പാർട്ടിയെ മറയാക്കിക്കൊണ്ട് നടത്തുന്ന തോന്നിയവാസങ്ങൾ. ഇപ്പം നമ്മൾ ഇന്ന് വന്നൊരു വാർത്തയുണ്ട്, വാഗമണിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയും വ്യാജ വാറ്റ് കേസ് അകത്തായിട്ടുണ്ട്, പോലീസ് പിടിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് 200 ലിറ്റർ വാഷ്, അതായത് കോട പിടിച്ചെടുത്തു. വയനാട്ടിലെ ഒരു റിസോർട്ട് കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ കുൽസിത പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുടെ പേര് ഇങ്ങനെയാണ്, PA അനീഷ്. അവിടുത്തെ പുളിയക്കാനം എന്ന് പറയുന്ന അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിലെ അംഗമായ PA അനീഷ് ഉണ്ട്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗം. ആലോചിച്ച് നോക്കണം, കേരള സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഡയറക്ടറിൽ ഒരാളായ അജ്മൽ. ഇവർ രണ്ടുപേരുമാണ് പിടിയിലായത്. അപ്പം നമുക്ക് ഊഹിക്കാം, ഇതിനു മുമ്പ് ഒരുത്തനെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ കേസിൽ കരുനാഗപ്പള്ളിയിൽ വെച്ച് പോലീസ് പിടിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ലോറി, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് CPMകാർ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ മറയാക്കിക്കൊണ്ട് ചില കുടില കക്ഷികൾ നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ അവസാനത്തെ ഉദാഹരണമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പാവപ്പെട്ട ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുടെ ആ ഭിന്നശേഷിയുള്ള കാലിലേക്ക് ഷൂട്ട് ചവിട്ടം നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെയാണ് നമ്മൾ മാറ്റിക്കളയേണ്ടത്. ഇപ്പം മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ മംഗലാപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ പുറത്താക്കി. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഒരു സംഘപരിവാർ ചായ്വ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിലേക്ക് തന്നെ നേരിട്ട് തന്നെ ചാടി. കോൺഗ്രസ്സുകാരോടൊക്കെ നേരത്തെ ചർച്ച നടത്തിയിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പം പാർട്ടിയുടെ ചട്ടക്കൂടനുസരിക്കാതെ നിൽക്കുന്നവരെ പാർട്ടിക്ക് പുറത്താക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാര്യം സുധാകരൻ പറയുന്ന പോലെ തന്നെ ഇതിന് ആഴത്തിൽ വേരോടിയ ഒരു തത്വശാസ്ത്രമുണ്ട്. ആ തത്വശാസ്ത്രത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവർക്കെതിരെയുള്ള വിമർശനങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സംഘടനാ റിപ്പോർട്ടിൽ പരാമർശങ്ങളെല്ലാം സംഘടനാ റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനാ റിപ്പോർട്ട് പ്രകാരം പറയുന്ന കാര്യങ്ങളെ ഒരിക്കലും വളച്ചൊടിച്ച് സുധാകരൻ പാർട്ടി വിട്ടു പോകും എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. അതുകൊണ്ട് ഈ നമുക്കറിയാം സുധാകരൻ ഇപ്പോൾ പോകുമെന്നും പറഞ്ഞുകൊണ്ട് സുരേന്ദ്രനും ഈ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനും BJPയുടെ നേതാക്കന്മാർ ഇവരൊക്കെ അതിശക്തമായി ചാക്കും വലയും ഒക്കെ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആലപ്പുഴ പ്രാന്തപ്രദേശങ്ങളിൽ കിടന്ന് അലഞ്ഞു തിരിഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള മുന്നറിയിപ്പ് കൂടി സുധാകരൻ ഇക്കാര്യത്തിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പാർട്ടി സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പാർട്ടിക്കാർ അല്ലെങ്കിൽ CPMകാർ അല്പസ്വല്പം ജാഗരൂകരായി പ്രവർത്തന മണ്ഡലങ്ങളെ കാണണമെന്ന് കൂടി അദ്ദേഹം ഈ വാക്കുകളിലൂടെ ധ്വനിപ്പിക്കുന്നുണ്ട്.